ഇനി നോക്കാം കാർഷിക വാർത്തകൾ. Agri News sponsored by Shallow Mattress, everlasting comfort and durability. കേരള ബ്രാൻഡ് തേയിലയ്ക്കെതിരെ തേയില ബോർഡ് വില നിർണ്ണയ കമ്മിറ്റിയിൽ പ്രതിഷേധം. കേരളത്തിലെ തേയിലയ്ക്കൊപ്പം 30% ഇതര സംസ്ഥാന തേയില കൂടി ഇടകലർത്തി വിൽക്കണമെന്നുള്ള വ്യവസായികളുടെ ആവശ്യം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. കേരള ബ്രാൻഡ് തേയിലയ്ക്കെതിരെ ഇടുക്കിയിലെ തേയില ബോർഡ് വിലനിർണ്ണയ കമ്മിറ്റിയിൽ പ്രതിഷേധം ശക്തമായി. ഇടുക്കി ഡെപ്യൂട്ടി കളക്ടർ ഷാജി പി ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പ്രതിഷേധമുണ്ടായത്. സംസ്ഥാനത്തു നിന്ന് കേരള ബ്രാൻഡ് ലേബലിൽ കയറ്റുമതി ചെയ്യുന്ന വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള 8 ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ തേയിലയോട് നീതികേട് കാട്ടിയെന്നാരോപിച്ച് കർഷക പ്രതിനിധികൾ പ്രമേയം അവതരിപ്പിച്ചു. കേരളത്തിലെ തേയിലയ്ക്കൊപ്പം 30% ഇതര സംസ്ഥാന തേയില കൂടി ഇടകലർത്തി വിൽക്കണമെന്നുള്ള വ്യവസായികളുടെ ആവശ്യം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. നിലവിൽ ടീ ബോർഡിന്റെ വിലക്ക് ലംഘിച്ച് ഇപ്പോൾ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിലവാരം കുറഞ്ഞ തേയിലപ്പൊടി വ്യാപകമായി ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇറക്കുമതി ചെയ്ത് കേരളത്തിലെ കർഷകരുടെ പച്ചക്കൊളുന്തിന് വില ഇടിക്കുകയാണെന്നാണ് കർഷക പ്രതിനിധികളുടെ ആരോപണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വടക്കൻ സംസ്ഥാനങ്ങളിൽ മുട്ടവില കുതിക്കുകയാണ്. വിതരണ പ്രതിസന്ധിയും ആവശ്യകതയിലെ വർധനവുമാണ് വിലക്കയറ്റത്തിന് കാരണം. വിതരണത്തിലെ കുറവും സീസണൽ ഡിമാൻഡ് സമ്മർദ്ദവും കാരണം വടക്കൻ സംസ്ഥാനങ്ങളിൽ കോഴിമുട്ടയുടെ വില കുതിച്ചുയരുകയാണ്. ഡൽഹിയിലെ ചിലയിടങ്ങളിൽ മുട്ട ഒന്നിന് 10 രൂപയാണ് വില. ഹൈദരാബാദിൽ 8ഉം ചെന്നൈയിൽ 7.5 വിലയുണ്ട്. ഇ-കൊമേഴ്സ് സൈറ്റുകളിലെ വിലകളും ഗണ്യമായി വർദ്ധിച്ചു. ഡൽഹി, മുംബൈ, കൊൽക്കത്ത തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ പ്രതിമാസ സൂചിക 100 മുട്ടയ്ക്ക് 700 രൂപ കടന്നതായി നാഷണൽ എഗ് കോർഡിനേഷൻ കമ്മിറ്റി ഡാറ്റ കാണിക്കുന്നു. അതേസമയം വില ഉയർന്നിട്ടും കർഷകർക്ക് അർഹമായ നേട്ടം ലഭിക്കുന്നില്ലെന്ന പരാതി ശക്തമാണ്. മുട്ട കർഷകർക്ക് ഒരു മുട്ടയ്ക്ക് 6.5 രൂപയിൽ താഴെയാണ് ലഭിക്കുന്നതെന്ന് തമിഴ്നാട് എഗ് പൗൾട്രി ഫാർമേഴ്സ് മാർക്കറ്റ് സൊസൈറ്റി പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2026 മുതൽ വെളിച്ചെണ്ണ വില കുതിച്ചുയരുമെന്ന് വിലയിരുത്തൽ. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ആവശ്യം ഉയരുന്നതാണ് വിപണിക്ക് നേട്ടമാകുന്നത്. കേരളത്തിനും പ്രതീക്ഷ. വിവിധ ക്രീമുകളിലും മറ്റു സൗന്ദര്യ ഉൽപ്പന്നങ്ങളിലും പ്രകൃതിദത്തവും സുസ്ഥിരവും ഫലപ്രദവുമായ എണ്ണകൾ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് എണ്ണ വിപണിക്ക് വരും വർഷങ്ങളിൽ നേട്ടമാകും. ചർമ്മ സംരക്ഷണ വ്യവസായത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിഭാഗങ്ങളിലൊന്നായി വെളിച്ചെണ്ണ ഉൽപ്പന്നങ്ങൾ മാറിയിരിക്കുന്നു. ഫാറ്റി ആസിഡുകൾ, ആന്റി ഓക്സിഡന്റുകൾ, ചർമ്മത്തെ സംരക്ഷിക്കുന്ന പോഷകങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമായ വെളിച്ചെണ്ണ ലോകമെമ്പാടുമുള്ള മോയ്സ്ചറൈസിംഗ് ക്രീമുകളിൽ നിർണായകമായ ഒന്നായി മാറിക്കഴിഞ്ഞു. ഇത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിന് വൻ നേട്ടമാകുമെന്നാണ് കരുതുന്നത്. 2025നും 2035നും ഇടയിൽ ഈ മേഖലയിൽ വൻ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. സമീപകാല വ്യവസായ ഗവേഷണ റിപ്പോർട്ട് അനുസരിച്ച് 2025 ആഗോള വെളിച്ചെണ്ണ മോയ്സ്ചറൈസിംഗ് ക്രീമുകളുടെ വിപണിയുടെ മൂല്യം $2352.1 ദശലക്ഷം ആയിരുന്നു. 2035 വരെയുള്ള ദശകത്തിൽ വിപണി ഏകദേശം $6739 ദശലക്ഷം വികസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മേഖലയിൽ ഇത് ഏകദേശം 190.7% വർധനവാണ് കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. Agri News sponsored by Shallow Mattress.